ഇപ്പോ സോഷ്യൽ മീഡിയ തുറന്നാൽ മുഴുവൻ നാഗാർജുനയാണ്. കൂലി സിനിമയ്ക്ക് ശേഷം നാഗാർജുനയുടെ ഫാൻ ഫോളോയിങ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എന്നാൽ നിങ്ങൾക്കറിയാമോ, മോഹൻലാലിന് കംപ്ലീറ്റ് ആക്ടർ, വിജയ്ക്ക് തളപതി, അജിത്തിന് തല എന്ന് പറയുന്നത് പോലെ നാഗാർജുനയുടെ ടൈറ്റിൽ പേരാണ് കിങ്. എന്തുകൊണ്ടാണ് നാഗാർജുനെ കിങ് അഥവാ കിങ് ഓഫ് തെലുഗു സിനിമ എന്ന് വിളിക്കുന്നത് എന്നറിയാമോ? അതൊരിക്കലും ബോക്സ് ഓഫീസ് പവർ കൊണ്ടോ സിനിമകളുടെ എണ്ണം കൊണ്ടോ അല്ല. കാരണം അതൊക്കെ ചിരഞ്ജീവിക്കാണ് കൂടുതൽ. അപ്പോൾ പിന്നെ എന്തിനാണ് നാഗാർജുനെ കിങ് എന്ന് വിളിക്കുന്നത്? സംഭവം ചെറിയൊരു കോമഡി പരിപാടിയാണ്. അതായത് ഈ തെലുഗു സിനിമയിലെ ഒട്ടുമിക്ക എല്ലാ നടന്മാർക്കും പല പേരുകളുണ്ട്. മെഗാ സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, നാച്ചുറൽ സ്റ്റാർ, പവർ സ്റ്റാർ, സ്റ്റൈലിഷ് സ്റ്റാർ അങ്ങനെ. ഇനിയൊരു പുതിയ നായകൻ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം അയാൾക്കും കിട്ടും ന്യൂ സ്റ്റാർ, അപ്കമിംഗ് സ്റ്റാർ എന്നീ പേരുകൾ. എന്നാൽ ഈ നാഗാർജുനയുടെ അച്ഛനായ അക്കിനേനി നാഗേശ്വര റാവോയെ വിളിച്ചിരുന്ന പേരായിരുന്നു നാട്യ സാമ്രാട്ട്. അദ്ദേഹത്തിന്റെ മകനായ നാഗാർജുനെ യുവ സാമ്രാട്ട് എന്ന പേരുകളിൽ ഒരു കാലത്ത് വിളിച്ചിരുന്നു. എന്നാൽ 90കളുടെ കാലഘട്ടത്തിൽ നാഗാർജുനയുടെ ഒരുപാട് സിനിമകൾ യുവാക്കളുടെയും കുടുംബ പ്രേക്ഷകർക്കിടയിൽ നല്ല റീച്ച് ഉണ്ടായിരുന്നു. ആ സമയത്ത് മറ്റ് നടന്മാർക്ക് കിട്ടിയതുപോലുള്ള കിടിലൻ പേരുകളൊന്നും നാഗാർജുനയ്ക്ക് ഇല്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2008 നാഗാർജുനയുടെ കിങ് എന്നൊരു തെലുഗു സിനിമ റിലീസായത്. സിനിമ ഹിറ്റായി മലയാളം ഉൾപ്പെടെ ഒരുപാട് ഭാഷകളിലേക്ക് ഡബ് ചെയ്തു പോയിരുന്നു. നാഗാർജുനയ്ക്ക് നല്ലൊരു പേര് അന്വേഷിച്ചിരുന്ന സമയത്ത് കിങ് എന്ന ആ ഒരു സിനിമയുടെ പേരെടുത്തിട്ടാണ് നാഗാർജുനയ്ക്ക് കിങ് എന്ന ടൈറ്റിൽ പേര് കൊടുത്തത്. അതുമാത്രമല്ല, ഇദ്ദേഹത്തെ കിങ് എന്ന് വിളിക്കുന്നതിന് വേറൊരു കാരണം കൂടിയുണ്ട്. അതായത് ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളാണ് നാഗാർജുന. ആളുടെ ബിസിനസ് പരിപാടികളുടെ ടേൺ ഓവർ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിൽ അപ്പുറത്താണ്.